103 സങ്കീർത്തനം 1 വാക്യം മുതൽ വായിക്കും. എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹിസ് ബെനിഫിറ്റ്സ് എഴുതിയിരിക്കുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം യാത്ര കൂടുതൽ ചെയ്യുമ്പം നമുക്ക് ഒരു കാർഡ് കിട്ടും, ബ്ലൂ കാർഡ്, ഗോൾഡ് കാർഡ്, പ്ലാറ്റിനം കാർഡ്. അപ്പോൾ അതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്നത് കൊണ്ട് ഗോൾഡ് കാർഡായിരിക്കും. അപ്പം സാധാരണ ആൾക്കാർക്ക് 30 കിലോ കൊണ്ടുപോകാമെങ്കിൽ എനിക്ക് 40 കിലോ കൊണ്ടുപോകാം. അതൊരു ബെനിഫിറ്റാണ്. എന്ന് പറഞ്ഞ പോലെ യേശു എൻ്റെ കർത്താവെന്ന് പറയുന്നവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, പ്രയോജനങ്ങൾ. യേശുവിനോട് ലഭിക്കുന്ന ഫേവർ, അനുഗ്രഹം യേശുവിനോട് കൂടെ. സോ ഇവിടെ എഴുതിയിരിക്കുക, എന്തൊക്കെ വായിച്ചു? അവൻ നിന്റെ അകൃത്യമൊക്കെ മുഴുവൻ മോചിച്ചു തരും. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇതൊക്കെ ബെനിഫിറ്റുകൾ, പ്രയോജനങ്ങൾ. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏവർക്കും നൽകിയവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി തരത്തില്ലയോ? ആ സൗജന്യമായി കിട്ടുന്ന കാര്യങ്ങൾ എവിടെ?